മന്ന വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. എൻ്റെ എല്ലാ വെൽവിഷേഴ്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്മയുണ്ടാകട്ടെ. ഈ ലോകത്തിൽ ഒരു 3/4 നൂറ്റാണ്ട് 75 വർഷം തികച്ച് ജീവിക്കാൻ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവകൃപയിൽ ജീവിക്കാൻ ദൈവം തന്ന കൃപയ്ക്ക് ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു. ഇന്നെൻ്റെ പിറന്നാൾ ദിനമാണ്. അപ്പോൾ ഇന്ന് എന്താണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ തന്നെ രാവിലെ തന്നെ വാമഭാഗം പറഞ്ഞു ഒരു വെറൈറ്റി പായസം വേണം. അപ്പോൾ വെറൈറ്റി പായസം ഉണ്ടാക്കിയപ്പോൾ അത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ റൈസ് ഫ്ലേക്സ് വെച്ച് അതുപോലെ തന്നെ അതിനകത്ത് സാഗോയും ചേർത്ത് ഈ പായസം നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ്. അതിനകത്ത് ടോപ്പ് ചെയ്യാനായിട്ട് ആപ്രിക്കോട്ട്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സും. ഇത് നല്ല ഫ്രൂട്ടാണ്, ഡ്രൈ ഫ്രൂട്ട്. ഇതിനകത്ത് ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഇതുപോലെ പായസത്തിലൊക്കെ ടോപ്പ് ചെയ്ത് കഴിക്കണം. മന്ന വീഡിയോയിൽ ഇന്നൊരു തട്ടിക്കൂട്ട് സ്പെഷ്യൽ പായസമാണ്. നല്ല സൂപ്പറാണ്. ഇത് കണ്ടോ, ഇത് പാലട. ഇത്രയും ഒരു 3/4 പാത്രം പാലട. അതിൻ്റെ കൂടെ ചേർക്കാൻ ഒരു അരപ്പാത്രം മതി. അതുകൊണ്ട് തീരെ ചെറിയ ചവ്വരി ചെറുതെടുക്കുന്നതാണ് നല്ലത്. ഇത് വേകാൻ ആവശ്യമുള്ള മധുരത്തിന് ആവശ്യമുള്ള ശർക്കര, പിന്നീട് അതിന് വേണ്ട തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇത് നെയ്യിനകത്താണ് വറക്കേണ്ടത്. നട്ട്സ്, കിസ്മിസ്, ഡേറ്റ്സ് അത് ഈ നെയ്ക്കകത്ത് വറക്കാനായിട്ട് നെയ്യ്. പിന്നീട് ഇത് നമുക്ക് അതിന് ടോപ്പിംഗ് ആയിട്ട് രുചി കൂട്ടാനുള്ള ജീരകം, ഏലക്ക, ചുക്ക് ഇത്രയും പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത്രയും സംഭവം വെച്ചാണ് നമ്മളൊരു തട്ടിക്കൂട്ട് പായസം ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഈ ചവ്വരി ഉണ്ടല്ലോ, ഈ ചെറിയ ചവ്വരി, ഈ ചെറുത് വാങ്ങിക്കണം. ഇത് ഒരു ഗ്ലാസ്സിൽ കുതിരാനിടണം, ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നീട് ഈ നട്ട്സ്, കിസ്മിസ്, ഡേറ്റ്സ് എല്ലാം ഈ നെയ്ക്കകത്ത് വറുത്തെടുക്കണം. നെയ്ക്കകത്ത് വറുത്തെടുത്തതിന് ശേഷം ആ പാത്രത്തിലോട്ട് ഈ റൈസ് ഫ്ലേക്സ് അല്ലെങ്കിൽ പാലട ഇട്ട് വറക്കണം. വറുത്തതിന് ശേഷം വേണം ഇത് വേവിക്കാനായിട്ട്. ഇനി അത് വറുത്ത് വേവിക്കുന്നത് കാണിച്ചു തരാം. പിന്നീട് തേങ്ങാപ്പാൽ ചേർത്ത് ഇതും ചേർത്ത് പായസം ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നട്ട്സ്, കിസ്മിസ്, ഡേറ്റ്സ് എല്ലാം വറുത്തെടുത്തു. ഇനി ബാക്കി ഉണ്ടായിരുന്ന ആ നെയ്യിനകത്തോട്ട് ഈ റൈസ് ഫ്ലേക്സ് അല്ലെങ്കിൽ പാലട വറുത്ത് ഇനി ഇത് സ്വല്പം രണ്ടാം പാലും ചേർത്ത് വേവിക്കാൻ വിടണം. അട ഒരുമാതിരി നന്നായിട്ട് വെന്തു തേങ്ങാപ്പാലിനകത്ത് കിടന്ന്. ഇനി അടുത്തതായിട്ട് ചേർക്കേണ്ടത് തേങ്ങാപ്പാൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരി ചേർക്കണം. ചവ്വരി ചേർത്ത് ഇളക്കി വേവിക്കാം. ചവ്വരിയും ഒരുമാതിരി വെന്തതിന് ശേഷമേ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാവൂ. കാരണം ഇത് ശർക്കര മധുരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേവുകയില്ല. അതുകൊണ്ട് ഒരുമാതിരി വെന്തിട്ട് 3/4 വേവായിട്ട് ശർക്കരയോ പഞ്ചസാരയോ വെന്തുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കര ചേർക്കുന്നു. ഇതിൻ്റെ വേവ് ഏതാണ്ട് കറക്റ്റായി കഴിഞ്ഞപ്പോൾ ഇനി 1-ാം പാൽ ഒഴിക്കാം. 1-ാം പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. ഇനി അവസാനത്തെ പരിപാടികളാണ്. നട്ട്സ്, കിസ്മിസ്, ഡേറ്റ്സ് വറുത്തതെല്ലാം അതിലേക്ക് ഇടുന്നു. നമ്മുടെ പൊടികളും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പായസം നല്ല പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഏതൊരു പായസത്തിനും മധുരത്തിനും ഒരു സ്വല്പം ഉപ്പ് ആവശ്യമാണല്ലോ. അതുകൊണ്ട് മധുരം ക്രമീകരിക്കാനായിട്ട് ഉപ്പും ഇട്ടു. പായസത്തിന് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. തീ ഓഫ് ചെയ്തു. പായസം റെഡിയായി. നല്ല തിക്ക് ആൻഡ് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് പായസം റെഡി. ഇത് കണ്ടോ, നല്ല പേള് പോലെ ചെറിയ ചെറിയ ഉണ്ടകൾ കിടക്കുന്ന നമ്മുടെ സാഗോ ആണ് അല്ലെങ്കിൽ ചവ്വരി. അതിൻ്റെ കൂടെ ഡേറ്റ്സ്, കിസ്മിസ്,
നട്ട്സ് എല്ലാം കിടക്കുന്നു. ഇനി ചേർത്ത് കഴിക്കാൻ വേറെ 2 സ്പെഷ്യൽ സാധനമുണ്ട്. നല്ല ഫൈബർ കൂടുതലുള്ള 2 പ്രൂൺസ് ആൻഡ് ആപ്രിക്കോട്ട്സ്.